അങ്ങനെ ഞങ്ങൾ ഊട്ടിയെത്തി. സെലുണ്ട്. ആശുപത്രി കോട്ടൊന്നും വേണ്ടല്ലേ? ആശുപത്രി തണുപ്പില്ലേ? എല്ലാരും കോട്ട് നടക്കുമ്പോ ആശുപത്രി പുള്ളിയായിട്ടേ. ഫസ്റ്റ് സ്പോട്ടില് അല്ലേ ഐഷ? ബോട്ട് ഹൗസില് ബോട്ട് കയറാൻ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് എനിക്ക് ചോദിച്ചോ? ഗൈസ് എല്ലാരും ഫോട്ടോ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പുളിച്ചികൾ 3 പുളിച്ചികൾ ഫോട്ടല്ല. സൂപ്പറായിട്ട് എല്ലാരും ഫോട്ടോഷൂട്ടിലാണ് ഗൈസ്. ഫുൾ ടീമുണ്ട്. ക്യൂട്ടീസ് ആ സാധനം ഇങ്ങനെ അയക്കാം. ഗൈസ് ഫോട്ടോസിലാണ്. ബോട്ടിൽ കയറാൻ പോവാ. മൂത്തുമ്പൊക്കെ ഏതാ ലുക്ക്? ഓ നിന്റെ ജാക്കറ്റ് ഇട്ടോണ്ട് പറയല്ല, ടോപ്പായിട്ട്. അല്ല കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? ഡീറ്റെയിൽസ് അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ക്യാഷ്യർ ചതിച്ചു ഗൈസ്. ലിക്വിഡ് ക്യാഷ് എടുക്കാൻ മറന്നു. ലിക്വിഡ് ക്യാഷ് എടുക്കാൻ പോവാ. ലിക്വിഡ് ക്യാഷ് എടുക്കാൻ വേണ്ടി ഓടി കതച്ചു. ഞാൻ ഓടില്ല, എനിക്കറിയാം മതിയായി. ബോട്ട് കയറും ഉമ്മമാനെ തള്ളി കൊണ്ടുപോണ രംഗാണ് കണ്ടോണ്ടിരിക്കണേ. അജിമ ബോട്ട് കയറില്ലേ? കേറന്നെ. ബോട്ട് കയറാൻ പോവാണ് ഗൈസ്. എല്ലാരും ഉണ്ട്. ടോപ്പ് എടി ഇന്നല്ലേ പറ്റില്ല. ഇന്നാണ് അതിലുള്ളവർക്ക് ലാഭം. ബ്ലോഗിൽ ഇടന്നേടാ. നോക്കിയാറ് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടോ. സേഫ്റ്റി വെക്കാം. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടോ. കുക്കുസാ കൊള്ളാട്ടത്. ഈ ഫോട്ടോസ് പോകാൻ കാരണം എന്താ പറയുക? ഈ തണുപ്പോണ്ടാണ് ഫോട്ടോസ്. അത് വേറെ പ്രത്യേക തരം തണുപ്പാണ്. പിന്നെ ഇതൊന്നും കണ്ടില്ല, പിന്നെ ഇത് കാണാനില്ല ഇവിടെ. ഇപ്പോഴും തിരക്കില്ല. ഇപ്പോഴും ബോൾ കളിക്കുക. സ്നാപ്പോ സ്നാപ്പിടാൻ വേണ്ടി വരല്ലേ? ബോട്ട് യാത്രേനെ പറ്റി 2 വാക്ക്. ബോട്ട് യാത്ര തണുക്കേ ഇപ്പൊ തന്നെ നട്ടിച്ചേ. വൈകുന്നേരൊക്കെ ആവുമ്പോ നിങ്ങൾ എന്താ പറയാ? തൊട്ടകാട്ട് വീക്കൊക്കെ പോയെങ്കിൽ എന്താ പറയാ? ഇതിനെക്കാളും തണുപ്പുണ്ടാവുക. സീനായിക്കാരം. ചിപ്പിനൊക്കെ വിറച്ചിരിക്കണു. വിറക്കണ കണ്ടു. ക്യാമറ സാക്ഷി. നിഫില് പറയും ബോട്ട് യാത്രേനെ പറ്റി. കിട്ടുവോ? തണുപ്പുണ്ട്. അഡ്ജസ്റ്റബിളോ? എനിക്ക് തണുക്കുന്നുണ്ടാ? ജാക്കറ്റ് മൂത്ത് മാണ്ടി. അടുത്ത ടീം. അങ്ങനെ ബോട്ട് യാത്ര കൊണ്ട് അത് കഴിഞ്ഞു. ഇനി എങ്ങോട്ട് ദീദി? എങ്ങോട്ട് പോണ? അടുത്ത കേട്ടാ കുഞ്ഞാക്ക നമ്മളൊക്കെ ചാമ്പിട്ടേ ഒറ്റക്ക് ഐസ്ക്രീം ഒക്കെ വന്നിക്ക. എന്താ ഉദ്ദേശം? 2 കൂട്.
நிறைய பேர் இருக்கு പക്ഷെ ഞങ്ങൾ ചാമ്പി நிறைய പേർക്ക് മേടിച്ച മുതലാക്കാത് മേടിച്ചു നോക്കി ഹിന്റെ ആയിരിക്കും വെച്ചാ വേറെ ഒന്നും വേണ്ട. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ചായ കുടിച്ചു തിരിച്ചു വന്നു. ട്രിപ്പ് മൂടോ യാത്രയെ കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. സൂപ്പറായിട്ടോ അത് പറയൂ. ഓക്കെ സെറ്റ്. അപ്പൊ എല്ലാരും കേട്ടോ സംഗതി സൂപ്പറാണെന്നാ കേട്ടെ. അടുത്തതായി ഷിയാസ് നയിക്കുന്ന ഒരു അതിമനോഹരമായ ഗാനമേളയാണ് ചെയിൻ സോങ്. അതിനുവേണ്ടി ഷിഫ്ന എന്ന ഷിഫാർട്സിന്റെ സ്വന്തം പിപ്പുമ്മ ഇതാണ് ഊട്ടി, ശരിയായ ഊട്ടി അല്ലേ? ഇപ്പോഴാണ് ശരിയായ ഊട്ടി എത്തിയത്. തണുപ്പ് അല്ലേ? തണുപ്പ് തണുപ്പ് തണുപ്പേ. അങ്ങനെ നമ്മള് ദൊഡ്ഡപേട്ട എല്ലാരും ഒപ്പം നിൽക്കിട്ടാ. ദൊഡ്ഡപേട്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ? റേഞ്ച് കിട്ടിയ തിന്നല്ലേ മുഞ്ചും. റേഞ്ച് കിട്ടിയ തിന്നല്ലെങ്കിൽ മുഞ്ചില്ലേ? എവിടെ കാണാനല്ലോ. കമ്പം തിന്നാ കമ്പം അല്ലേ? വന്നു കാശ് റേഞ്ച് വന്നു. കോടില്ലേ? എവിടെ വീഴാത്തത്? എയർലെന്നോ? ചെങ്ങനെ മാമിത്തോടിച്ച് പീനട്ടോ മാമീനോ ഒക്കെ കമ്പം കഴിക്കുന്ന കുഞ്ഞാമ്പി. ഏത് ലുക്ക്, ഏത് ചൊറുക്ക്? കഴിക്ക് കടിക്കാൻ പല്ലൂല്ലേ? യുദ്ധോ? എനിക്ക് വെറുത്താ പറഞ്ഞ എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? സെറ്റാണ്. കോണ് വെച്ചിട്ട് കമ്പ് കഴിച്ചിട്ട് എന്താ പറഞ്ഞ? കമ്പം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കഴിച്ചില്ലേ? കുക്കുസ എങ്ങനെയുണ്ട്? സൂപ്പറാ? അടിപൊളിയാ? വീക്കിന്റെ ഇടനാഴികളിലൂടെ നമ്മള് നടന്നുകൊണ്ടിരിക്കാണ്. ഇടനാഴിക ദൊഡ്ഡപേട്ട പീക്കിന്റെ തല ഇപ്പൊ വീണേരം ലൈവായിട്ട് നിപ്ല ദീദി ഏത് ലുക്ക്? അതെ നമ്മളവിടെ തന്നെ മേടിച്ചു. അവർക്ക് കച്ചവടം കിട്ടി. സ്നേഹം കണ്ടോ? ഒന്നായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടേ പാടെ മിക്സ് ആക്കി കഴിച്ചിട്ട് ഇനി ബിരിയാണി കഴിക്കാനുള്ള അതിലാണ് പ്രതീക്ഷ. അസ്മ എന്താ പറയണേ? കജിനുള്ളിൽ പെട്ടുപോയി. ഇപ്പുറത്തുള്ള ഒരാളുണ്ട് കാണിക്കാൻ പറഞ്ഞു. ഇതും കയറണം, മല കയറണം, ഇത്താഴ്ച വിറക്കട്.
ഇതാണ് തണുപ്പ്. എന്താണ് കഴിച്ചത് തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കോട മഞ്ഞിന്റെ കോട അടിച്ചിട്ട് എന്ത് ചെയ്യാ വെള്ളം താഴത്തേക്ക് വരും മഴ പോലെ. എന്ത് സീനാണ് ബ്രോ. മഞ്ഞ് പെയ്തോണ്ടിരിക്കുക മണാലി. നമ്മളെ ക്യാഷ്യർ ഒരു മണ്ടത്തരം കാട്ടി ലിക്വിഡായിട്ട് ക്യാഷ് എത്തുകൊണ്ടുന്നില്ല. അതാരത്താ ഇവിടെ ആണെങ്കിൽ ഹൈ റേഞ്ച് ആയിട്ട് റേഞ്ചും ഇല്ല. ഇപ്പൊ ഞങ്ങള് കേറാൻ പറ്റുമോ കേറാൻ പറ്റില്ല എന്നുള്ളത് ലിക്കാണ്. ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇപ്പൊ ഇതാണ് അവസ്ഥ. ഇവിടെ കാത്തിക്കാണ്. കുഞ്ഞാക്ക ദി സ്പോൺസർ. ലാസ്റ്റ് രക്ഷകനായിട്ട് കുഞ്ഞാക്കന്നെ വേണ്ടി വന്നു. രണ്ടൊരു കേശർ പണിച്ചും ആരെപ്പളെ കേശറാക്കിയേ മാറന്നാ സെലു ഇവിടുത്തെ ആളാന്ന് കരുതിട്ടേ ആള് സെലുവിന് കൊടുത്ത് ടിക്കറ്റ് കൊടുത്തു ശരിക്കും കൊടുത്തു. സെലു റിക്വണ്ട കുഞ്ഞാക്ക പൊളി പവർ വരണ്ടേ. ടിക്കറ്റ് വണ്ടി കൊടുക്ക്. ഇതൊന്നും നോക്കണം. ടിക്കറ്റ് എടുക്കാറെങ്കിൽ എനിക്ക് കൊടുക്കാറിയാം. 1 2 3 4 ഓടല്ലേ പുള്ളി കോട ഒത്തു കാണാനേ. ഏതാ അഭിനയം അല്ല എത്ത കോടാ. കിഡിലെ മഞ്ഞ് ഫുൾ കോട. എങ്ങനുണ്ട് ഇത് ഊട്ടിയില്ല ഇത് ടോപ്പായില്ലേ. അമേസിംഗ് പ്ലേസാ ഇഷ്ടായോ. കിടില കുഞ്ഞാക്ക വെള്ളം വിട്ട് കളിക്കുന്നു. ഏതാ കൂട് കുട്ടികളുടെ വെള്ളം മേടിച്ചിട്ട് വെള്ളം വിട്ട് കളിക്കണ കുഞ്ഞാക്ക. ജിൽബേബി കടന്ന് ജിൽബേബിന്റെ പൊള്ളം കുഞ്ഞാക്ക മേടിച്ചിട്ട് പറയും. ദൊഡ്ഡപേട്ട പീക്കിനെ കുറിച്ച് പറയും അല്ലേ. ദൊഡ്ഡപീട്ട് എന്താ പേരെന്താ പറഞ്ഞു. ദൊഡ്ഡപേട്ട പീക്ക് വന്നെങ്കിൽ മിസ്സായില്ലേ. മിസ്സായി പോയിരും. ഞാൻ നീരട്ടെ. തൊട്ടപേട്ട പീക്ക് പറഞ്ഞിട്ട് അതാണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്പോട്ട്. അങ്ങനെ നമ്മള് അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. ഊട്ടിയിൽ ഇപ്പൊ എവിടെയാണ് അത് വായിച്ചാ കർണാടക സ്ത്രീയാണത്. വായിച്ചാ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവും. അപ്പച്ചുണ്ട് ഏതോ ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലാത്ത ഏതോ ഗാർഡൻ. വിനോദം ഇതാണല്ലേ. ഉരുണ്ട് കളിക്കുക. കുന്നിന് മുകളിൽ കയറാ ഉരുണ്ട് നിലത്ത് ചാടുക. അതാണോ കൊറേ പേരുണ്ടോ. ഇതാണ് പ്രധാന വിനോദം. 2 റൗണ്ട് ഉരുണ്ടിട്ട് 2 റൗണ്ട് ഉരുണ്ടിട്ട് എത്ര വിനോദം വേണ്ടോ പിള്ളേർക്ക്. ഇജാ പെണ്ണുങ്ങളെ നോക്കിയിരിക്കാൻ പറഞ്ഞിട്ട് ഓർക്കിപ്പോ എത്തലും വേണ്ടേ. ഗെയിം കളിക്കാൻ പോവാ. ഏതാ വരെ കൂടെ. അയ്യോ അത് എക്സസൈസോ എക്സസൈസാ റീലോ കൊള്ളട്ടെ. കിടിലെ ഫാമിലിയിലെ നമ്മുടെ ഫാമിലി പറയും മാമിയ ഒരു റീൽ എടുത്താലോ.
ആ തുടങ്ങട്ടെ ആ എത്താ തുടങ്ങിക്കോ ആ സ്റ്റാർട്ട് എനിക്കറിയാറുണ്ട് ഇത് ഫ്ലോപ്പ് ആവാൻ അടുത്തെടുക്ക് ഫോട്ടോ ഇത് കളിക്ക് ഇത് കഴിഞ്ഞിട്ട് മതി നമ്മൾ ആ കാണുന്ന പാലത്തേക്കാണ് പോണത് കുറെ സ്റ്റെപ്പ് കയറുണ്ട് സ്റ്റെപ്പ് ഒരു മോക്ക് വയ്യാണ്ടായി റസ്റ്റ് ഓർക്ക എവിടെ അവിടെ എത്തിയില്ലല്ലോ വേറെ ആർക്കല്ലേ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എത്തിട്ടോ പാലത്തുമ്മേ ഈ അസുലഭ മുഹൂർത്തത്തില് ട്രിപ്പിന് കാർമികത്വം വഹിച്ച ശെലുക്കാക്കൊക്കെ എന്താ പറയാനുള്ളത്? സ്വപ്നമായിരുന്നു നടന്നു അവസാന ദിവസം വന്നിട്ടില്ലേ. അങ്ങനെ നമ്മള് ട്രിപ്പ് കഴിഞ്ഞ് പെരയിലെത്തി. അപ്പൊ ഓക്കെ ബൈ.